ഓണം തെരഞ്ഞെടുപ്പിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ താൻ കാണുന്നുവെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പത്മിനി തോമസ്. മേയറാകണമെന്ന് ചിന്തയില്ല. കായിക മേഖലയിൽ അനന്തപുരിയുടെ സാധ്യതകൾ കോർപ്പറേഷൻ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്നും പത്മിനി തോമസ് 24 പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ കാണാനാണ് വന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിലല്ല, തൻ്റെ ആരോഗ്യ സംരക്ഷണ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, നമുക്ക് പറയുന്നത് പത്മിനി തോമസ് ആണ്. ഇത്തവണ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ്. പാളയത്ത് നിന്ന് മത്സരിക്കുകയാണ്. കായിക മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും ഒരുപാട് സാധ്യതകളുണ്ടായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണോ? ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ള കാര്യം. അതാണല്ലോ നമ്മളിന്ന് സിറ്റിക്കകത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാ മൂലയിലും കൊണ്ട് വേസ്റ്റ് വെച്ചേക്കുകയാണ്. അത് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ആളുകളില്ല. എൻ്റെ വീട്ടിൽ തന്നെ 10ഉം 15ഉം ദിവസമായി കഴിഞ്ഞാൽ ആ വാർഡ് വഴി വരും. വന്നു കഴിയുമ്പോൾ അതെല്ലാം സങ്കടം ഉണ്ടായിട്ടുണ്ട്. പുഴു അരിച്ചിരിക്കുന്ന ഒരു ലെവലിലാണ് ആ ലേഡി അത് ചിലപ്പം വന്ന് എടുക്കുക എന്നുള്ളത്. അങ്ങനെ അതുപോലെ തന്നെ അവിടെയൊക്കെ ഈ പട്ടികൾ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്, ഡോഗ്സ്. ഇവർക്കുള്ള ഭക്ഷണം ഇതാണ്. ഇവർ വന്ന് ചാടിയിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ഇതെല്ലാം വലിച്ചെടുത്തിട്ട് റോഡ് മുഴുവനും ക്ലീനിങ് ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് ക്ലീനസ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. മുൻ എം.എൽ.എ. കെ. ശബരിനാഥിനെയാണ് മേയർ സ്ഥാനാർത്ഥിയാക്കി ആദ്യം തന്നെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നു. ഭരണം പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ പരിഗണിക്കപ്പെട്ട ആളാണ്, മേയർ കാൻഡിഡേറ്റായി പരിഗണിക്കപ്പെട്ട ആളാണ്. പക്ഷേ ബി.ജെ.പി. ഒരു മേയർ കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ചിട്ടില്ല. അത് നേരത്തെ അവതരിപ്പിക്കത്തില്ല. കാര്യം അങ്ങനെയാണല്ലോ, നമ്മുടെ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ബി.ജെ.പിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കൂടിയേ പോവുള്ളൂ. അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രഖ്യാപിക്കും. വനിതാ മേയർ എന്നുള്ള ഒരു ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഏതായാലും എന്താണോ നമ്മുടെ നേതൃത്വത്തിന് തോന്നുന്നത് അവരായിരിക്കും. ഒരുപാട് പേരുണ്ടല്ലോ, 101 പേരുണ്ടല്ലോ. അതിന് 51 വനിതകൾ കൊണ്ടും ബാക്കിയെല്ലാം പുരുഷന്മാരുമാണ്. ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്ക്, വർക്ക് ചെയ്യുന്ന ആൾക്ക് അത് കൊടുക്കണം എന്നുള്ളത്. ആർ ശ്രീലേഖയും പത്മിനി തോമസും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അത് നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവിധ ആശംസകളും, ഒരു വിജയാശംസകൾ നേരുകയാണ്. ഏതായാലും ഈ പാളയം ട്രാക്കിലൂടെ വിജയിച്ച് കയറാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് പത്മിനി തോമസ് ഉള്ളത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ സജീവമായി നടക്കുകയും ചെയ്യുകയാണ്. ക്യാമറമാൻ എൻ എസ് സജീവിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.